ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാർഡ്സ് ഇവിടെ ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരെ വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ ആദ്യത്തെ കാർഡ് 6 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ്. ഒരു നൊസ്റ്റാൾജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. റീകണക്റ്റിംഗ് വിത്ത് പീപ്പിൾ എന്നാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുകയാണ്. അവരെന്ന വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ് പോകുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വളരെയേറെ അലട്ടുന്നുണ്ട്. അവരൊറ്റപ്പെട്ടിരിക്കുകയാണ്. അവര് തനിച്ചാണെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവരെന്ന വ്യക്തി പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതും ഈ തനിച്ചായ നിമിഷത്തിലാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് കപ്സ് കാർഡാണ്. ഒരു ഡിസപ്പോയിൻമെന്റിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു ബിറ്റർനെസ്സിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെയേറെ വേദനയാണ് ഉണ്ടാകുന്നത്. സെൽഫ് പിറ്റി എന്നാണ് പറയുന്നത്. മാത്രമല്ല അവരുടെ ഹേർട്ട് അത്രമാത്രം വേദനിക്കുന്നുണ്ട്. ഹേർട്ട് ബ്രോക്കൺ ആണ്. അവർക്ക് ചുറ്റും 5 കപ്സ് ആണുള്ളത്. 5 കപ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി, കരിയർ, അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. എങ്കിൽ കൂടിയും അവരുടെ വലതു കൈയിലിരിക്കുന്നത് നിങ്ങളോടുള്ള ഒരു സ്നേഹവും കരുതലുമാണ്. അവർ രാത്രികാലങ്ങളിൽ ഒത്തിരി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് സെക്കൻഡ് കാർഡും പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് കപ്സ് കാർഡാണ്. ഒരു മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ നിങ്ങളെ കരുതുന്നത്. നിങ്ങളെ കാണുവാനുള്ള അവസരങ്ങൾ പോലും അവർ കറക്റ്റായിട്ട് വിനിയോഗിച്ചിട്ടില്ല. അപ്പോൾ വളരെയേറെ വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ വലതു കൈയിൽ നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത്. അത് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അവര് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അവരുടെ ആ ഒരു സാഡ് ഫേസിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളോട് ചെയ്ത തെറ്റ് ഒരു കർമ്മയായിട്ട് ഇപ്പോൾ അവർക്ക് വന്നിരിക്കുകയാണ്. ആ 3 കാർഡ്സ് നോക്കൂ. നിങ്ങളിൽ നിന്നും സൈലന്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നു. അവർ അവരുടെ കാര്യങ്ങൾ നോക്കിക്കണ്ടാണ് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയത്. അവരുടെ ഫാമിലി, കരിയർ എന്തുമായിക്കോട്ടെ, അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി. എന്നാൽ അതിനുശേഷം അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. അവർ തനിച്ചായിരിക്കുന്നു. അവര് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ പോകുന്നു. ഹാർട്ട് ബ്രോക്കണെയാണ് കാണിക്കുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു പാസ്റ്റിനെ കണക്ട് ചെയ്യുന്ന കാർഡ്സ് ആണ് ആദ്യത്തെ 3 കാർഡ്. ഇനി 4th കാർഡ് എന്ന് പറയുന്നത് ദ ഹെർമിറ്റ് ആണ്. ഇന്നർ റിഫ്ലക്ഷനെയാണ് ഹെർമിറ്റ് കാർഡ് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് വീണ്ടും യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവരെ സോളിനെ അന്വേഷിക്കുകയാണ്. അവരുടെ സോൾ എന്ന് പറയുന്നത് നിങ്ങളാണ്. അവർക്ക് അത് എവിടെയാണെന്ന് അറിയുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ പോലും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവരെന്ന വ്യക്തി ഒരു മെന്ററെ പോലെ യൂണിവേഴ്സിനെ കാണുന്നുണ്ടാവാം, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. കാരണം വെച്ചാൽ അവരൊറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ ബിസി ലൈഫിൽ നിന്നും അവരൊറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ അവർ പ്രാർത്ഥിക്കുന്നത് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനാണ്. അവർ സെർച്ച് ചെയ്യുന്നത് അവരുടെ സോളിനെയാണ്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് കപ്സ് കാർഡാണ്. അതും റിവേഴ്സ് വന്നിട്ടുള്ളത്. അവരെടുത്ത തീരുമാനത്തിൽ അവർക്ക് വളരെയേറെ വിഷമമാണ് ഉണ്ടായിട്ടുള്ളത്. ഫിയറിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. റിവേഴ്സ് വന്നുകൊണ്ടാണ് പറയുന്നത് അവരുടെ ഡിസിഷൻ റോങ് ആയി എന്ന് അവരിപ്പോൾ തിരിച്ചറിയാണ്. അവരാണ് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അവരാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പോലും അവരാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്തത്. അപ്പോൾ അവരെടുത്ത ആ ഒരു ഡിസിഷൻ തെറ്റായിപ്പോയി എന്നവർ ചിന്തിക്കുന്നു. അതിൽ അവർ ഒത്തിരി വേദനിക്കുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു ഡിസിഷൻ തന്നെ അവരെടുത്തിട്ടുള്ളത് മറ്റുള്ളവരുടെ പ്രേരണ മൂലമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സോർട്സ് കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്കുള്ള യൂണിവേഴ്സിന്റെ കാർഡാണ്. ഇവിടെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, പരിശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നിങ്ങൾ, അല്ലേ? അവിടെ ഒരു ബുക്കുമായി നിൽക്കുന്ന നിങ്ങളെയാണ് കാണിക്കുന്നത്. അവരുടെ വലതു കൈയിൽ കുറച്ച് ലൈറ്റ്സ് ആണ് കാണിക്കുന്നത്. അത് പ്രകാശിച്ചിട്ടില്ല. നിങ്ങൾ പരിശ്രമിക്കുന്നത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിനെ ഇപ്പോൾ നോക്കി കാണുന്നത്. നെക്സ്റ്റ് എന്ത് സംഭവിക്കും? എൻ്റെ ലൈഫിലേക്ക് അച്ചീവ്മെന്റ് വരുമോ?
യെസ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ ഏജ് എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട്. അതെന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പവർ തന്നെയാണ്. കാരണം നിങ്ങൾ ഫ്യൂച്ചറിൽ തോറ്റുപോകാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഓരോ അറിവും നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പോവുകയാണ്. അപ്പോൾ ഒരു തുടക്കം എന്ന രീതിക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിവ് നേടൂ, അതിലൂടെ നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്തൂ. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന, റെസ്റ്റ്ലെസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ എനർജി തന്നെയാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് പെൻഡക്കിൾ ആണ്. 9 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെയാണ്, പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റിനാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു പുനർജന്മത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, അച്ചീവ്മെൻ്റ് വരുന്നു, പ്രോഗ്രസ് വരുന്നു, അബണ്ടൻസ് വരുന്നു. ഇല്ലേ? ഇപ്പം നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഏണിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നിങ്ങൾ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലേ? നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പുരോഗതിയോടൊപ്പം നെക്സ്റ്റ് കാർഡിൽ വരുന്നത് ചാരിയറ്റാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മടങ്ങി വരവാണ്. അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് വേണ്ടി ആദ്യം നമ്മൾ കാർഡ് നോക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത് നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തിക്ക് കർമ്മഫലം ലഭിക്കുകയാണ്. അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിലൂടെയാണ് പോകുന്നത്. അവർ അവരുടെ സോളിനെ അന്വേഷിക്കുകയാണ്. കാരണം ഡിസപ്പോയിൻമെൻ്റ് ആണ് അവരുടെ മനസ്സിൽ, ഹാർട്ട് ബ്രോക്കൺ ആണ് അവരുടെ മനസ്സിൽ. അപ്പോൾ നിങ്ങളിലേക്ക് വന്നാലേ അവർ പൂർണ്ണതയിലെത്തൂ എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് പ്രയത്നിക്കുന്ന, എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് ദ ചാരിയറ്റ്. വിക്ടറിയാണ് ഈ കാർഡ് പറയുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോകുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിലേക്ക് സാധ്യമാകാൻ പോകുന്നു. വെറുതെ ഒന്നല്ല അത് സാധ്യമായത്. നിങ്ങളുടെ കണ്ണീര്, നിങ്ങളുടെ പ്രാർത്ഥന, അത് യൂണിവേഴ്സ് അവരിലേക്ക് ഒരു കർമ്മഫലം പോലെ എത്തിച്ചു കൊടുത്തു. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പായിട്ട് കരുതാം. കാരണം ഇത് എന്തായി പോണില്ല. പാസ്റ്റില് നിങ്ങളും അവരും തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പാസ്റ്റിൽ തീർന്നിട്ടില്ല. അത് ഈ ജന്മത്തിലാണ് നിങ്ങൾക്ക് തീർക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അത് തീർക്കാതെ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ നിങ്ങളുടെ പേഴ്സണ് അത് തിരിച്ചു വന്നുകൊണ്ട് അത് പൂർണ്ണതയിലെത്തിക്കണം. അത് തന്നെയാവണം. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. ചാരിയറ്റ് കാർഡിലൂടെ അവരുടെ മടങ്ങി വരവാണ് കാണിക്കുന്നത്. ഇവിടെ 4 ഓഫ് പെൻഡക്കിൾ കാർഡാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. 4 ഓഫ് പെൻഡക്കിൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്, സേവിങ്സിനെയാണ് കാണിക്കുന്നത്, ഒരു സക്സസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാൻ പോകുന്നു. നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് വളരെയേറെ അധികമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ പോവാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എല്ലാം പാതി വഴിയിൽ നിർത്തിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ നിലനിന്നിരുന്നത്. എന്നാൽ അവർ മൂവ് ഓൺ ചെയ്തു പോയ ആ നിമിഷം മുതലാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്തണമല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്കാണ്. അവരോട് ഇഷ്ടമില്ലാണ്ടല്ല, അവർ മടങ്ങി വരുവാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഹാർവെസ്റ്റിനെയാണ് 4 ഓഫ് പെൻഡക്കിൾ പറയുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് പുരോഗതി കൊണ്ടുവരികയാണ്, അബഡൻ കൊണ്ടുവരികയാണ്. നിങ്ങൾ അതിനെന്താ വേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് പറയുക യൂണിവേഴ്സിനോട്. യൂണിവേഴ്സ് ഇതെല്ലാം എനിക്ക് സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 10 രൂപ നിങ്ങളിലേക്ക് പ്രോഗ്രസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നും 1 രൂപ നിങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മാറ്റിവെക്കുക. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഒരു ഓർമ്മയാണ് നിങ്ങൾക്ക് വേണ്ടത്.
മനസ്സിലാവുന്നുണ്ടോ? നമ്മളോട് ആവശ്യപ്പെടാതെ നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തയ്യാറാവണം. അത് ഭക്ഷണ രൂപത്തിലാവാം. വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കാനേ ഞാൻ എപ്പോഴും പറയുള്ളൂ. ആരെങ്കിലും വിശക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം ഭക്ഷണം കൊടുക്കുക. അവര് ആ ഭക്ഷണം തന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒരുപാട് വിശന്നിരുന്ന് 2-3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കൈ നിറച്ച് കുറച്ച് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആ തന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് എന്താ ചെയ്യുക? ദൈവത്തിന് നന്ദി പറയും, അല്ലേ? കാരണം ദൈവം, യൂണിവേഴ്സ് അവിടെ പ്രവർത്തിച്ചാലേ ആ വ്യക്തിക്ക് അന്ന് ആ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ആരെങ്കിലോടും ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. നിങ്ങൾക്ക് വരുന്ന ഒരു ഇൻകം എത്ര ആയിക്കോട്ടെ, അതിൽ നിന്ന് പറ്റുന്ന പോലെ, ഇത്രയെന്ന് ഞാൻ പറയുന്നില്ല, പറ്റുന്ന പോലെ ഒരാൾക്കോ 2 ആൾക്കോ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നത് പോലെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുള്ള എന്തൊരു തടസ്സമാണെങ്കിലും അത് മാറിപ്പോവും, ഷുവറാണ്. യൂണിവേഴ്സ് അവിടെ പ്രവർത്തിക്കും. ഇവിടെ നെക്സ്റ്റ് കാർഡ് 10 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുള്ള വേദന ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുള്ള വേദന എങ്ങനെ ഉണ്ടാവുക? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ യൂണിവേഴ്സ് അവിടെ നമ്മളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കും, അല്ലേ? അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ വേദന ഉണ്ടായിരുന്നോ, നമ്മൾ എന്തൊക്കെ സ്റ്റക്ക് എനർജി ഉണ്ടാകുന്നോ അതൊക്കെ മാറും. എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് വേദന മാത്രമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എല്ലാവരുടെ കാര്യമല്ല പറയുന്നേ. എങ്കിലും ഒട്ടുമിക്ക വ്യക്തികൾക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ട്, സ്റ്റക്ക് എനർജി ഉണ്ടായിട്ടുണ്ട്, ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന നന്മയിലൂടെ നമ്മൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് ഹോപ്പിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് വൺസ് കാർഡാണ്. വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന്റെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്ന് ചാരിറ്റിയിലൂടെ ഞാൻ പറഞ്ഞു. മാത്രമല്ല 8 ഓഫ് വൺസ് കാർഡിലൂടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര ആയിക്കോട്ടെ, വലുതും ചെറുതുമായ എത്ര ആഗ്രഹങ്ങളായിക്കോട്ടെ, അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് തരാണ് ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോവുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫ് മാറാൻ പോവുകയാണ്. ഒത്തിരി പേർക്ക് അവർ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് അവർ മാനിഫെസ്റ്റ് ചെയ്ത പ്രാർത്ഥന സാധ്യമാകാൻ പോകുന്നു. കുറേ പേർക്ക് സാധ്യമായിട്ടുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ സെപ്പറേഷൻ, അവരുടെ മടങ്ങി വരവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് തരുന്നത്. അത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ പുതിയ വ്യക്തിയായി നിങ്ങൾ മാറണം. നിങ്ങളിലുള്ള വിഷമങ്ങൾ ഹീലാക്കി കളയണം. ആരോടെങ്കിലും ദേഷ്യവും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഹീലാക്കി കളയണം. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് വേണം. അങ്ങനെ ചെയ്യുന്ന ഓരോരോ വ്യക്തികൾക്കും യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാൻ പോകുന്നു. 8 ഓഫ് വൺസ് കാർഡ് പറയുന്നത് ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാൻ പോകുന്നു. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ അതിൻ്റെ കർമ്മഫലം അവർ അനുഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങളോട് സോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നു. അവരുടെ സോളിനെ സെർച്ച് ചെയ്യുന്നു. അവരെന്ന വ്യക്തി ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ വേദനിക്കുന്നു. അവരിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവ് തന്നെയാണ്. അതും മാത്രമല്ല, നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച ഓരോരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമായി കൊണ്ടിരിക്കുകയാണ്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നീംസ്.